ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് ഉച്ച സമയമാണ്, നട്ടുച്ച. അത് കാരണം അത് ഷെയ്ഡിൽ വന്ന് നിൽക്കുകയാണ്. നമ്മളിവിടുത്തെ ഒരു കുറേ കാലമായിട്ട് ഫേമസ് ആണത് അമ്മ വീട് റെസ്റ്റോറൻറ്റ്. അതായത് കിഷോർ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. സിനിമ, സീരിയൽ പ്ലസ് ഇതുപോലെ ഫുഡ് വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ഈ സംഭവം. ഓക്കെ, അമ്മ വീട്. ഒന്നങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അമ്മ വീട് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇതെവിടെ അറിയോ? തൈക്കാട്. ഇവിടുത്തെ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് എത്തിയതാണ്. ടുഡേ സ്പെഷ്യലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കിങ് ഫിഷ്, ഹാമൂറ്, കരിമീൻ, മീൽസ് റെഡിയാണ്. വിളമീൻ, ചെമ്പല്ലി, പ്രോൺസ്, ചൂര, നെത്തോലി, അയല. ഹലോ, ഉടമസ്ഥരെത്തി. മിസ്റ്റർ കിഷോർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിനിമ, സീരിയൽ പ്ലസ് ഇപ്പോൾ ഒരു വലിയൊരു ഫുഡ് ബ്ലോഗറാണ്. അതുകൂടാതെ കുറേ ആ പ്രോഗ്രാം ഏഷ്യാനെറ്റിലല്ലേ ചെയ്തു, ഷാപ്പിലെ കറിയും നാവിലെ രുചി. അത് ഭയങ്കര ഫേമസ് ആക്കിയ ആളാണ്. ഷാപ്പിലെ ഫുഡിനോട് ആൾക്കാർക്ക് അത്രയും താല്പര്യം വന്ന അതിന് ശേഷമാണ്. പണ്ട് നമ്മുടെ ടി.പി. രാമകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഷാപ്പിലെ ബ്രാൻഡ് അംബാസഡറാണ്. അതെ, നമ്മൾ ആ പരിപാടി ചെയ്തതിന് ശേഷമാണ് കുറച്ച് ഫാമിലീസ് പരിസരം നല്ല വൃത്തിയായത്. അതെ, കറക്റ്റ്. അതിനുശേഷമാണ് ധൈര്യമായിട്ട് കയറാം ഏത് ഷാപ്പിൽ വേണമെങ്കിലും. ഇദ്ദേഹത്തിനെ കിട്ടാനില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ വരണമെന്ന് വിളിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാ ഫുഡ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. വെരി ബിസി. സിജോ, ഹലോ. നടത്തിപ്പോയത് ഓൾ ഇൻ ഓൾ. ഓക്കെ, അതെ മനസ്സിലായി. അങ്ങനെ ഒരു വിശ്വസ്തനുള്ളത് എപ്പോഴും നല്ലതാണ്. സിജോ ആണ് എൻ്റെ പിന്നിൽ ഉള്ള ആള്. ഓക്കെ, നന്നായി. സിജോനെ കാണാൻ പറ്റിയല്ലോ. ഇതിൻ്റെ ഒരു അമ്മ വീടെന്ന പോലെ തന്നെയാണല്ലേ? തറവാട് വീടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. ഇതിന് മുന്നേ വന്നിട്ടില്ല. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പഴയ തറവാട് വീട്. നമ്മുടെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഓക്കെ, ഡോക്ടർ രമണി, ഡോക്ടർ കൃഷ്ണ. സാറ് ഈ അടുത്ത അവരെവിടെയാണ് അപ്പോൾ? ആണോ? അവരുടെ കുടുംബ വീടാണ്. ഓ, മനസ്സിലായി. അപ്പം നമുക്ക് നമ്മുടെ ആദ്യ അമ്മ വീട് നമ്മുടെ അമ്മത്തട്ടിലിന്റെ അടുത്തായിരുന്നു. ഇതിന്റെ നേരെ അവിടെ റോഡ് പണി, ഈ ജപ്പാൻ കുടിവെള്ളം പതിക്ക് റോഡ് കുഴിച്ചിട്ടിരുന്ന സമയത്താണ്, പിന്നെ അത് അടച്ചിട്ട് ആ സമയത്താണ് ഇത് റെഡിയായി. അങ്ങനെ നമ്മുടെ ഒരു വലിയ ഹെൽപ്പും കൂടെയാണ്. അതെ, നല്ലൊരു ഹൗസ് ഓണറെ കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയത്. അതെ, നമുക്ക് ധൈര്യത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഇത് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നത്. ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റിയൊക്കെ ഇട്ട് കണ്ടപ്പോൾ അവർക്ക് പിന്നെ ഒരു ഭയങ്കര ഹാപ്പി. ഇതൊരു കുടുംബ വീടാണ്. അത് ഇത് ഒന്നാമത് ഇത് വളരെ പഴക്കം ചെന്നതാണ്. ഒരു 5 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തന്നതിന് ശേഷം ഞാനിത് നന്നായിട്ടൊക്കെ പണി ചെയ്ത് അവരെ ഒരു ദിവസം വന്ന് കണ്ടപ്പോ ഒരു ഞെട്ടിപ്പോയി. കാര്യം അമ്മാതിരി ചെയ്യുന്നത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകുക കുറച്ച് പാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അത് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും അവർക്ക് നമ്മുടെ വലിയ. ഈ തറവാട് ശരിക്കും 4 കെട്ട് പോലെയൊക്കെ അല്ലേ? വാവ്, നൈസ്, അടിപൊളി. നമ്മളൊരു തറവാട്ട് വീട്ടിൽ വന്നതുപോലെ തന്നെയാണ്. അടിപൊളി. ഓ, അയ്യോ, ഭയങ്കര ആംബിയൻസ് ആയിരിക്കുമല്ലോ. മഴക്കാലത്ത് എന്തായിരിക്കും അപ്പൊ? മഴക്കാലത്ത് നമ്മൾ ഇവിടെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ മഴ പെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യും, വരാൻ. ബുക്ക് ചെയ്തിട്ട് കുട്ടികളുമായിട്ട് ഇവിടെ ഇരിക്കാലോ. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യാറ്. നന്നായി. മീൽസിന് ആള് വരുമ്പോഴേ സീറ്റ് ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റും. സ്പേസുകളിൽ ഇരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ കുറച്ചുപേരെ അവിടെ ഇരുത്ത്. പിന്നെ രസമുണ്ടല്ലേ? ഇതിന്റെ മേളിലുണ്ടോ? മേളിലൊരു വെറും ടെറസായിരുന്നു. ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു 50 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഹാളാക്കി മാറ്റി. അതൊരു പാർട്ടി ഹാൾ പോലെയാണോ? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നടത്താൻ പറ്റും. ഇന്നിപ്പോ നാളെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, മറ്റന്നാൾ ഈ ഒരു കുടുംബത്തിന്റെ അത് നമ്മള് വളരെ നോമിനൽ ആയിട്ടുള്ള അങ്ങനെ അവിടുന്ന് ഫുഡും അറേഞ്ച് ചെയ്യുമ്പോൾ 50 പേർക്ക് ഒന്നിച്ച് വന്നാലും ഇരിക്കാം കേട്ടോ. ഇതിന്റെ മേളിൽ ഒരു ഹാളായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കപ്പാസിറ്റി. ടൂർ പാക്കേജ് ഒക്കെ സ്കൂളിൽ നിന്ന്, ഈ ക്ലബ്ബുകളിൽ നിന്ന്, കണ്ണൂർ, അതെല്ലാം അവരെയാണ് അവിടെ. അവർക്ക് 50 മീൽസ് നേരത്തെ പറഞ്ഞു വെക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നമ്മുടെ
ഈ സ്ഥിരം കസ്റ്റമറിനെ ശല്യപ്പെടുത്താതെ അതുകൊള്ളാം, ആ ഫ്രണ്ടിൽ കൂടെ കയറി നല്ലത്. അതങ്ങ് സെറ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് ലഞ്ച് ആയിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും വളരെ നല്ല ഒരു ആംബിയൻസ്. എല്ലാ റൂംസും ഡൈനിങ് ഏരിയ, ഇങ്ങനെ ഒരു നടുതളം പോലെ ഒരു കാര്യം തളത്തിരിക്കാനായിട്ട്. ചെടികളൊക്കെ വെക്കാനുണ്ട്. 3 ദിവസത്തെ പണി കഴിഞ്ഞു ഓപ്പൺ ചെയ്തേ ഈ ആറ്റുകാൽ പൊങ്കാലായതുകൊണ്ട് 3 ദിവസം അടച്ചിട്ട് കുറച്ച് പണികളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ തീർത്ത് കൊള്ളാം, നൈസ്. ഇത് മഴക്കാലത്ത് വരികയാണെങ്കിൽ മഴക്കാലത്ത് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇത് ഇങ്ങനെ ഓവുണ്ടായിരിക്കും അല്ലേ വെളിയിലോട്ട് പോകാനായിട്ട്? അകത്തോട്ട് വെള്ളം അങ്ങ് പോയിക്കോളും. കൊള്ളാം, അടിപൊളി. ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു തോന്നുന്നു ഇപ്പോൾ കാണുമ്പോൾ. ഞാൻ ഒരുപാട് കേട്ടു അമ്മ വീടിനെ കുറിച്ച്. നേരത്തെ പറയുന്നുണ്ട് കിഷോറിൻ്റെ നല്ല രസമാണ്, നല്ല ഫുഡാണ് എന്നൊക്കെ. സീ ഫുഡാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് ആരെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ചും ഡിന്നർ ഫിഷും മെയിൻ ലൈവായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, പൊറോട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഉച്ച സമയത്ത് നമ്മൾ മീൽസാണ്. മീൽസും ബിരിയാണി പിന്നെ പൊറോട്ടയും ചപ്പാത്തി. പൊള്ളിച്ചമീൻ തയ്യാറാക്കാൻ കുറച്ച് സമയം തരണേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിറയെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. നോക്കൂ, രസമുണ്ടല്ലേ? പഴയ രീതിയിൽ അമ്മ വീടെന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ഇടിക്കുക, ആട്ടുകല്ല് ഉപയോഗിക്കുക, പണ്ടത്തെ രീതി. അല്ല, ഇവിടെ ഊണ് 100 rupees എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റൂം. ഓ, ഇവിടെ തന്നെ ഇറങ്ങാം അല്ലേ? ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലായിടത്തും വാഷ് ഏരിയ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. ദിസ് ഇസ് ദ രണ്ടാമത്തെ. അവരുടെ ഒരു പ്രത്യേകത അവർക്ക് ഈ സ്വസ്ഥമായിട്ട് ഓരോ സ്പേസുകളിൽ ഇരിക്കണം. അത് സത്യം. അവരങ്ങനെ പറയും, ഇന്ന സ്ഥലത്തിരിക്കണം, ഇന്ന സ്ഥലത്തിരിക്കണം. അത് നല്ല സൗകര്യം. കാരണം ഇങ്ങനെ നിരന്നിരിക്കണ്ടല്ലോ. കുറെ പേര് അവിടെ, കുറെ പേര് അതുകൊണ്ടുള്ള പ്രായോഗിക നമുക്കുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും സർവീസ് സ്റ്റാഫ് കൂടുതൽ ആള് വേണം. നമുക്ക് ഒറ്റ മനസ്സിലായി. അവിടെ നിൽക്കുമ്പോ തന്നെ എന്തെങ്കിലും നോടി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കുറേ എന്നൊക്കെ പറയാം. ഇത് കൂടുതൽ ആള് വേണം. ഈ പെയിന്റിംഗ് എല്ലാം ഭയങ്കര രസമുണ്ട്. ഇത് ആരെന്നറിയാം, മണിയുണ്ട്, ബാബനോരം മണി, കാർട്ടൂണിസ്റ്റ്, പുള്ളിയാണ് ചെയ്തത്. ഒരു ദിവസം വന്നപ്പോ പിന്നെ ഫൈനാൻസ് കോളേജിൽ ഞാൻ പഠിപ്പിച്ച കുറച്ച് കുട്ടികളാണ്, അവര് വന്ന് ചെയ്തതാണ്. അതൊക്കെ അടിപൊളിയായിരിക്കും. ഇവിടെ ഊണ് 100 rupees ആണോ ചാർജ് ചെയ്യുന്നത്? ഊണ് വിത്ത് പായസം, ഒരു പായസം, 2 അച്ചാറ്, എത്ര തൊടുകറി? 3, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, അതെല്ലാം ഉണ്ട്. ഓക്കെ, പപ്പടം, ഒരു സദ്യ തന്നെ. പായസം. ഓക്കെ, 100 രൂപ വാങ്ങിക്കുന്നു. 100 രൂപ. അതിനൊരു ഫിക്സഡ് റേറ്റ് ഇല്ലെങ്കിൽ എല്ലാവരും വരണം. അതെ അതെ അതെ, വേണം. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ മീനിന്റെ ഒക്കെ സെപ്പറേറ്റ് ആവശ്യമുള്ള ഫിഷ് കറി മീൽസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഇതൊരു അത് 150. അതിലൊരു പീസും കറിയും കൂടെ കാണും. മുളകിട്ട മീൻ കറി ആയിരിക്കും, അത് 150. തേങ്ങാപ്പാൽ ഒഴിച്ചത്, പിന്നെ ട്രിവാൻഡ്രം സ്റ്റൈൽ വറുത്തരച്ചപ്പോ തീയൽ മാതിരി. അപ്പൊ വറുത്തരച്ച മീൻകറി ഉണ്ട്, മാങ്ങയിട്ട തേങ്ങ അരച്ച മീൻകറി ഉണ്ട്, ആൻഡ് മുളക് കറി, കൊടംപുളി കോട്ടയം സ്റ്റൈൽ. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കറിയും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫ്രഷ് ഫിഷ്, ഫ്രൈയും പിന്നെ പൊള്ളിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയി. അപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊണ് സമയം ആയി വരുന്നു. 12 പേരൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു ഗ്രൂപ്പിന് ഇവിടെ ഇരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അടുത്തൊരു റൂം. ഇവിടെ പിന്നെ ജ്യൂസ്, ABC ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് എല്ലാം വെളിയിലാണ്. പിന്നെ പൊതിയുണ്ട്, പാഴ്സൽ. അതായത് നമ്മുടെ എന്താ പറയാ, ഇലയിലെ പൊതിച്ചോറ്, അതുണ്ട്. ഇല്ല, അല്ലാണ്ട് പാഴ്സൽ ചെയ്ത് കൊടുക്കണം. യെസ്. ഓ, എപ്പോ വേണമെങ്കിലും വരാം. അതായത് അടുക്കള ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. അത് ഞാൻ ട്രാൻസ്പെറൻസി വെരി ഗുഡ്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ വരുന്നവരെ കാണാം, അവിടെ നോക്കുമ്പോൾ കിച്ചണിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. അത്രയും ഇങ്ങനെ കിടക്കാണ്. അതായത് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ധൈര്യമായിട്ട് വരാം. ഇവിടെ ഈച്ച പിടിക്കാനുള്ള ട്രാപ്പും എല്ലാം വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, സ്വാഭാവികമാണ്. ഫുഡ് ഉള്ള സ്ഥലത്തെല്ലാം വരും. പക്ഷെ അതെല്ലാം നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ മാത്രം മതി. അത് സ്റ്റോറേജ്, ഇത് കിച്ചൺ, ഉണ്ടാക്കുന്ന ഏരിയ, നമ്മുടെ സ്ഥലം. ഓ, വലിയ സ്പേഷ്യസ് ആണ്. ഇത് എക്സ്റ്റൻഷൻ ആണ് അല്ലേ? കെട്ടിയതാണ് ബാക്കിലത്തെ. എക്സ്റ്റൻഡ് ഏരിയ, കംപ്ലീറ്റ് വലിയൊരു ഏരിയ. നല്ല സ്പേഷ്യസ് കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് മസാല പുരട്ടി പല പല മീനുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഓരോ ബോക്സിൽ. ആവശ്യാനുസരണം വറുത്ത് കൊടുക്കും. പ്രോൺസ്, അയല, കിങ്ഫിഷ്, ആയക്കോറ, അയല, വെളാപ്പാര, ചെമ്പല്ലി, തൊലി ആൻഡ് ഹാമോർ. ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ
ഇതെല്ലാം നമ്മൾ വേറെ എടുക്കണം. ആ ചോറ് മറ്റേ ചില കറി ബീട്രൂട്ട് തോരൻ. ആ ഇത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ? ബീട്രൂട്ട് തോരൻ, അവിയൽ, സാമ്പാർ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നു. കിഷോറിനാകുമ്പോൾ ഇപ്പം എല്ലാം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഒരുപാട് പോയി കണ്ടും അല്ലേ ഉണ്ടാക്കി. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ നല്ല വെളിച്ചെണ്ണയിൽ തന്നെയല്ലേ ഇവിടെ വറുക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇനി എന്താണ് നമ്മൾ കണ്ണാമണത് ഉണ്ടാക്കുന്നത്? അത് മതി. കണവ റോസ്റ്റ് വേണം. ചൂര പെരട്ടെന്ന് പറഞ്ഞിട്ട് ആ എല്ലാവരും സുരേഷ് ഏട്ടൻ ഓക്കെ ഇവിടുത്തെ മാസ്റ്റർ ഷെഫ്. യാ സുരേഷ് കടലപ്രഥമനാണോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം എന്നിട്ട് കറിയിലേക്ക് പോകാം. 2-3 കറി കാണിച്ചു തരാന്ന് പറഞ്ഞത്. ചൂരപ്പെരട്ട അല്ലേ? ഫൈൻ ആർട്സ് കോളേജിലെ പിള്ളേരാണ് ഇതെല്ലാം ചെയ്യുന്നത്. രസമാണ്. നമുക്കിനി മേളിലും കൂടെ പോയി ജസ്റ്റ് ഒന്ന് കാണാം. 50 പേർക്കുള്ള കപ്പാസിറ്റി ഉള്ള ഹോളാണ് മേളിൽ. കിഷോറിനെ വെച്ചിട്ട് നല്ല രസമുണ്ട്. കുറേ ഹാൻഡ് പെൻസിൽ സ്കെച്ചൊക്കെ പുള്ളിക്ക് സമ്മാനമായിട്ട് കിട്ടിയതായിരിക്കണമല്ല. മേളിലേക്ക് കുടിക്കണം. 50 പേരുടെ കപ്പാസിറ്റി ഉള്ള ഹോളാണ്. ഓ ഓക്കെ. പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോകണമെന്നുള്ളവർ താഴെ ഒന്ന് കഴിച്ചിട്ട് പോകും. ഇവിടെ റിലാക്സ് ചെയ്ത് കഴിക്കണം അല്ലേ? ഒരു റിലാക്സ്ഡ് വേയിൽ കഴിക്കണമെങ്കിൽ വാവ് കൊള്ളാലോ, അടിപൊളി. ഓ നൈസ്. അതെ അതെ അതെ. ഇതിന് നമ്മളത് കൺവേർട്ട് ചെയ്യും, ഒതുക്കിയിട്ട് ഹോളായിട്ട് തന്നെ യൂസ് ചെയ്യും. ഒരു ബുഫേ പോലെ ആക്കിയിട്ട് കേക്ക് കട്ടിങ് ചെയ്തിട്ടും ഇതുപോലെ സ്ഥലമില്ല. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് വെറും ടെറസ് ആയിരുന്നു ചേച്ചി. മനസ്സിലായി, മാറ്റിയെടുത്താണ് അല്ലേ? ഇത് അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്ത് അങ്ങനെ മാറ്റിയിട്ട് നൈറ്റ് ഭയങ്കര രസമായിരിക്കും. രാത്രി നല്ല വരുമായിരിക്കും. അകത്ത് ചെറിയ ഫാമിലി റൂമും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സെപ്പറേറ്റ്. ആ ഓക്കെ. നടുതളം അതിൻ്റെ അപ്പുറത്തോട്ട് കിച്ചൺ ഏരിയ. സോ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഈ നടുതളം ആ ഭാഗത്തിൻ്റെ അകത്തളം ആ ഭാഗം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫിഷ് ഫ്രൈ ഇങ്ങനെ വറുത്ത് ഇലയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓർഡേഴ്സ് അനുസരിച്ച്. ഭയങ്കര തിരക്ക് തുടങ്ങി കേട്ടോ. എന്നാലും കിഷോർ ഈ 2-3 കറികൾ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡേഴ്സാണ്. കിഷോറിൻ്റെ ഫുഡിനോടുള്ള പാഷൻ തുടങ്ങിയത് തന്നെ വീട്ടിൽ നിന്നാണ് അല്ലേ? അമ്മ നല്ല പാചകമാണെന്നാണ്. ഇത് അയല മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോണു. നോക്കിക്കോളൂ. വെളിച്ചെണ്ണ. അതെ അതെ. ടൊമാറ്റോ, പച്ചമുളക്. ഇത് ട്രിവാൻഡ്രംകാരുടെ ഒരു മീൻകറിയാണ് അല്ലേ? അയല പിന്നെ മാങ്ങ ഇട്ടത്, അതിൽ മുരിങ്ങയ്ക്ക നിർബന്ധം. തേങ്ങ അരച്ച കറി. അതെ. ഇതൊക്കെ പോകുമ്പോഴേ മുരിങ്ങയ്ക്ക ഇടുന്ന അവർക്ക് ഭയങ്കര ഇതാണ്. അടിയായത് പോലെ. കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതെ 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 അതെ, നല്ലതാ. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അമ്മയുടെ കുക്കിങ്ങിനെ കുറിച്ചുള്ള സ്പെഷ്യൽ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. ചേച്ചിമാര് നിങ്ങൾ എത്ര പേരാ? 3 സിസ്റ്റേഴ്സ്. ഒൺലി സൺ. ഓ ചെല്ലക്കുട്ടിയാണ്. അമ്മയുടെ കുടുംബത്തിൽ 10 പെൺമക്കള്, 8 മൂത്തതാണ്. ഓക്കെ. 9 കുഞ്ഞന്മാർ. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ചേച്ചിമാര് വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ പണ്ട് അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. കുക്കിങ്ങായിട്ട് പുള്ളി വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. പിന്നെ അതുപോലെ അമ്മയുടെ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞു. അമ്മയുടെ ഏറ്റവും ഭയങ്കര ഒരു സാധനം ഉണക്കമീൻ. അത് നമ്മുടെ സിനിമാ മേഖലയിൽ ഇതിൽപ്പെട്ട എല്ലാവരും അറിയാം. നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നല്ല പൊതിച്ചോറ്, നല്ല കപ്പ, കുഴച്ച കപ്പയും ഉണക്കമീൻ കറിയും ഈ ചിരട്ടയ്ക്കകത്ത് ചമ്മന്തി എല്ലാം കൂടെ അരച്ച് വലിയൊരു 5-6 പേരൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്ത്. ഉണക്കമീൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ഫ്രൈ ആണെങ്കിലും കറി ആണെങ്കിലും അതൊരെണ്ണം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട.
ഭയങ്കരമാണ് ഉണക്കം. ചിലർക്ക് ഇഷ്ടമുള്ളൂ, എല്ലാവർക്കും അല്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെള്ളത്തിൽ നടന്ന് തിളയ്ക്കുന്നു. ഇനി ഇത് അരക്കുന്ന തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത്. മല്ലിപ്പൊടി ഇല്ലല്ലോ? മല്ലിപ്പൊടി ശകലം പേരിന് വേണ്ടി. അതുകൂടെ നമ്മൾ അരച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ തേങ്ങയുടെ ഒരു മസാലയാണ് ഇത് ഇടാൻ പോണത്, കോക്കനട്ട് പേസ്റ്റ് പോലെ. അതിനകത്താണ് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെന്താ കുറച്ച് ഉലുവാപ്പൊടി എല്ലാം കൂടി ചേർന്നിട്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുരിങ്ങയ്ക്ക മാങ്ങയിട്ട് തേങ്ങ അരച്ച് അയലക്കറി. മാങ്ങയാണ് ഇതിൽ പുളിയുടെ കോഷ്യൻ്റ് കൊടുക്കും. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന്. ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ഇനി മീനിട്ട് തിളപ്പിക്കണമല്ലോ, അതനുസരിച്ച് പറ്റും. എന്നിട്ട് അത് കണക്കാക്കി അതിൻ്റെ ചാറ് ഇനി തിളച്ച് കഴിഞ്ഞിട്ട് മീനിൻ്റെ വിശ്വസിക്കും. നല്ല രീതിയിൽ തിളച്ചിട്ട് ഇതിൻ്റെ ഉപ്പും ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കും. യെസ്, ഇവിടെ കിച്ചൺ സജീവമായി കഴിഞ്ഞു. ഓർഡേഴ്സ് വരുന്നു, ഒരു തിരക്കാണ്. ഈ തിരക്കിനിടയിലാണ് കിഷോറിനെ പിടിച്ച് കറി വയ്പ്പിക്കുന്നത്. നല്ല തിരക്ക് കേട്ടോ. ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നു, വിളിക്കുന്നു. മുതലാളിക്ക് തിരക്കുണ്ട്, എങ്കിലും കറി ഉണ്ടാക്കി തകർക്കുകയാണ് ഇവിടെ. യാ, പുളിയെല്ലാം ഇറങ്ങി തരില്ല. ഒന്നുകൂടെ തിളച്ചു, നന്നായിട്ട് തിളച്ച് കുറച്ച് 5 മിനിറ്റ് അല്ല 10 മിനിറ്റോളം തിളച്ചു. ഇനി ഫിഷ് മുഴുവനായി ഇടുന്നു കേട്ടോ. ഇത് അയല വരഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ഇടും. അപ്പോൾ തീയൊക്കെ കുറച്ചു. എന്നിട്ട് ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് അയലയും വെന്ത് ചാറിച്ചിട്ടോടെ ഒന്ന് കൊടുക്കും. അതെ. പിന്നെ കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് വീണ്ടും ഒഴിക്കും. ലാസ്റ്റ് ഫിഷ് കറി ആയി. ഓക്കെ, ഇനി ഇതിൽ നല്ല പച്ച വെളിച്ചെണ്ണയും നമ്മൾ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതാണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്. താളിച്ചത് എല്ലാം സെറ്റാണ്. ഇതെല്ലാ കറികൾക്കുമായിട്ട് താളിച്ച് വയ്ക്കുന്നത്. ഓരോന്നോരോന്നും അത് പാടാം. ഇവിടെ അല്ലാതെ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കറിവേപ്പില, പച്ചമുളക്, എല്ലാ കാര്യങ്ങളും. ഇവിടെ വാക്കി ടോക്കി എല്ലാം വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയാം. കമ്മ്യൂണിക്കേഷൻ പല 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 റൂംസിലല്ലേ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഓർഡേഴ്സ് കിട്ടാൻ എല്ലായിടത്തും ഓടി എന്ന് വിളിച്ച് പറയും കിട്ടും. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടല്ലോ. ഫിഷ് നല്ല എളുപ്പത്തിനൊരു മീൻ കറി അതില്ലേ. ഇത് ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. ഇത് തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. കുറച്ച് മുളക് കൂട്ടി, ഇത് പച്ചമുളക് കൂടുതലും മുളക് പൊടി കുറച്ചുള്ള ഒരു യെല്ലോയിഷ് കറിയാണ്, ഓറഞ്ച് യെല്ലോ. കുറച്ചുകൂടി എരിവ് കൂടുതൽ വേണം, ചുമന്ന കളർ വേണമെന്നുള്ളവർ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ പച്ചമാങ്ങ, മുരിങ്ങയ്ക്ക ഇത്തരം കറികൾ നിർബന്ധമാണ്. പിന്നെ തൊണ്ടമുളകും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് കഞ്ഞിവെള്ളം അൺലിമിറ്റഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കറികളും ടേബിള് സെറ്റാണ്. ദാറ്റ് ഇസ് ഇത് ഗ്രേവിയാണ് കേട്ടോ, മീനിൻ്റെ ഫിഷ് കറിയുടെ ഒരു ഗ്രേവി. ഇത് വെച്ച് അതായത് 100 രൂപയുടെ മീൽസ് കഴിക്കുന്നവർക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് ഗ്രേവി കൊടുക്കും, കുടംപുളിയൊക്കെ ഇട്ടിട്ട്. കഞ്ഞിവെള്ളം, ഓക്കെ. ഇത് കഞ്ഞിവെള്ളം, രസം, പരിപ്പ്, പുളിശ്ശേരി നല്ല തിക്കാണ്, കുറുകുറാന്നുള്ള പുളിശ്ശേരി, അതിൻ്റെ സാമ്പാർ. ഇത് എല്ലാവർക്കും അൺലിമിറ്റഡ് ആണ്. ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കും. ഓക്കെ, സാമ്പാർ നല്ല കട്ടിയാണ്. ട്രിവാൻഡ്രം സ്റ്റൈലാണ് ഇതെല്ലാം. കുറച്ച് കഞ്ഞിവെള്ളം കഴിക്കാനല്ലേ വേണം. എനിക്ക് കുറച്ച് കുറുകിയ കഞ്ഞിവെള്ളം ഇഷ്ടമുള്ള ആളാണ്. കിഷോർ തന്നെ ഭയങ്കര നല്ല തിരക്കാണ്, ചെറിയ തിരക്കല്ല. കഴിക്കാം. പ്രയാസങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ പരിഭവങ്ങളും പരാതികളൊന്നും കാണില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യണം. മാങ്ങ, പൈനാപ്പിൾ കിച്ചടി. ഓക്കെ, ഓരോ ദിവസം ഈ മാറി മാറും, എല്ലാം മാറും. തോരൻ, ബീറ്റ്റൂട്ട്, അവിയൽ. ടുഡേ സ്പെഷ്യൽ അവിയൽ. നല്ല ചമ്പാവരി ചോറ്, നല്ല വെന്തത് കേട്ടോ. എനിക്ക് വെന്ത ചോറാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ കടകളിലൊന്നും പോയ സാധാരണ വെന്ത ചോറ് കിട്ടില്ല. മതിയോ, ധാരാളം. പരിപ്പ് പപ്പടം, ഓക്കെ. പാർട്ടിഷൻ ചെയ്യാം. ഉണ്ട്, മതി. അതെ, സാമ്പാർ ഞാൻ കഴിക്കില്ല. പരിപ്പ് ഓക്കെ, നമ്മൾ പാർട്ടിഷൻ ചെയ്ത് വെച്ചിരിക്കുവാണേ. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം,
അത് ഓൾറെഡി എടുത്തു. ഓ, കഞ്ഞിവെള്ളം ചൂടുവെള്ളം നമ്മൾ ഈ കുക്കറിലല്ല വയ്ക്കുന്നത്. അല്ല, ചോറ് കഞ്ഞിവെള്ളം അടിപൊളി. തൈക്കാട് ഹോസ്പിറ്റൽ തൊട്ടാണ്. അതെ. അപ്പൊ ഒരു 11-12 മണിയാകുമ്പോൾ കഞ്ഞിവെള്ളം ചോദിച്ചിട്ട് വരും. കാര്യം ഒരുപാട് കൂടെ ഇരിക്കുന്നവര് ഈ അവർക്ക് കുടിക്കുന്നതിന് കൊണ്ടുപോകും. ചിലര് പിന്നെ ഒരു മീൽസ് അല്ലാതെ റൈസ് മാത്രം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചൂട് കഞ്ഞിവെള്ളത്തിൽ ഈ റൈസ് ഇട്ടിട്ട് കഞ്ഞിയായിട്ട് കുടിക്കും. അപ്പൊ അത് അങ്ങനെ അതൊരു സർവീസും കൂടിയാണ് സത്യം. കഞ്ഞിവെള്ളം കൊടുക്കും. നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഇത്രയും ചോറ് വെക്കുന്നില്ല, കഞ്ഞിവെള്ളം വെച്ച്. പിന്നെ ഇവിടെ വേറൊരു സംഭവമാണ്. അതായത് ഈ തൈക്കാട് ഹോസ്പിറ്റൽ അറിയാലോ, പിന്നെ അമ്മമാരുടെ. അപ്പൊ ഇവിടെ ഈ ഗർഭിണികൾക്കായി ഒരു വാട്സപ്പ് കൂട്ടായ്മ, അത് അവര് തന്നെ തയ്യാറാക്കിയതാണ്. അതായത് ഈ ചുറ്റളവിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ്, നമ്മള് തൈക്കാട് ഹോസ്പിറ്റൽസ് അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഇവരൊക്കെ ഈ ഇതിന് ചെക്കപ്പിന് വരുമ്പോ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി ഒരു 10-11 മണി, ഇവിടെ 12 മണിക്ക് തുടങ്ങും. ഇതിന്റെ സൈഡിൽ കൂടെ വന്ന് ഇവിടെ ഇരിക്കും. എന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ തലക്കറി, ഈ കണവ, ഇതെല്ലാം കഴിച്ചിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഭർത്താക്കന്മാർ വന്ന് വിളിച്ചിട്ട് പോകും. അവരെല്ലാം ഇവിടെ ഇരിക്കും. അങ്ങനെ അവരിവിടെ ഇട്ടിരിക്കുന്ന ഗർഭിണി സ്പോട്ടാണ്. ഓഹോ, ഇത് ഗർഭിണി സ്പോട്ടിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. നോക്കി, കണവയും വേണം. ഉണ്ടോ ഇന്ന്? കണവ ആൻഡ് കൊഞ്ച്, നെത്തോലി ആയില്ല, ഇത്ര മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എനിക്കതാണ് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്കിന്നെ ഇച്ചിരി പരിപ്പ് ഊട്ടി കഴിക്കാം. കുറച്ച് പരിപ്പ് ഒഴിക്കാം, പപ്പടം. ഇതൊരു മിനി സദ്യ തന്നെയാണ്. നല്ല പരിപ്പ്, ഇറ്റ്സ് വെരി ഗുഡ്. തനി നാടൻ ഇഷ്ടം, നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഉണ്ട്. എൻ്റെ പ്രശ്നം എന്താ, പരിപ്പൊഴിച്ച് കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്ന പോലെ എനിക്ക് തോന്നും. വയറ് പെട്ടെന്ന് നിറയും. പിന്നെ അവിയൽ, നല്ല ടൊമാറ്റോ അവിയൽ, കിച്ചടി അടിപൊളി, എന്നാ പിടിച്ചു ഗംഭീരം. ബീറ്റ്റൂട്ട് തോന്നും കൊള്ളാം കേട്ടോ, നല്ല തോന്നും. ഇത് നമ്മൾ വെച്ച അയല മാങ്ങക്കറി, ഇത് കുടംപുളി ഇട്ട കറി. ഓക്കെ, അത് മാങ്ങ മുരിങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് അയലക്കറി. കുടംപുളി കറി, തേങ്ങ അരക്കാത്തത്. അതെന്ത് മീനായിരുന്നു? ഇത് കേര. ഓക്കെ, അത് ഇപ്പോൾ തയ്യാറാക്കുക. എൻ്റെ ഫേവററ്റ് കാര്യമാണ് അയല ഫ്രൈ, കൊഞ്ച് ഫ്രൈ നോക്കട്ടെ. നെത്തോലി, യെസ്, നെത്തോലി. ആഹാ, അല്ല അത് കൊഞ്ച് മീൻ കറി കഴിക്കട്ടെ. മാങ്ങയിട്ട്, മാങ്ങ മുരിങ്ങയൊക്കെ ആയിട്ട് അയല. കറികൾ ഒരുപാടാണ്, അത്രയും ചോറ് ഇനി കഴിക്കണ്ടേ, അപ്പോൾ ഒരുപാട് ചോറ് കഴിക്കേണ്ടി വരും. അടിപൊളി, സൂപ്പർ, നല്ലത് കേട്ടോ. അയല മാങ്ങ നമ്മുടെ ട്രിവാൻഡ്രം ആൾക്കാർ ഇങ്ങനെ മുരിങ്ങയ്ക്കാക്കൂല കഴിക്കുന്നതാണ് ഇഷ്ടം. ഇനി കുറച്ച് ചുമന്ന കറി, കോട്ടയം കറി, കുടംപുളി ഇട്ട കറിയാണേ. അടിപൊളി. എന്ത് കഴിക്കണം എന്നറിയാൻ കഴിയണം, എല്ലാം കൂടി ഇങ്ങനെ കഴിച്ച് തീർക്കും. ദൈവം, ചേരച്ചൂരായിരുന്നു. ഫിഷെല്ലാം നല്ല ഫ്രഷ് കേട്ടോ. കറികളെല്ലാം ഗംഭീരം. ഈശ്വര, അവിയലൊക്കെ ഗംഭീരം കേട്ടോ. ഈ തൊടുകറികളെല്ലാം അടിപൊളിയാണല്ല. ഇഞ്ചിക്കറി നോർത്ത് ഇന്ത്യൻ ഭയങ്കരമായിട്ട് കാണാപ്പാടം പഠിച്ച ആളാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ എനിക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് അത്ര ഡീറ്റെയിൽ നോർത്തിലേക്കില്ല അല്ലേ. ചില സാധനങ്ങളെല്ലാം ചേച്ചിയുടെ ഇത് കണ്ടിട്ടാണ് നോർത്തിൽ ഒരു വെറൈറ്റി സാധനം, ഒരു പുലാവിന്റെ ഒരു സാധനം. അത് നമ്മുടെ ഇതുമായിട്ട് അല്പ സാമ്യം ഉണ്ടെങ്കിലും പക്ഷെ അത് ചേർന്ന ചേരുവകളൊക്കെ വ്യത്യാസമാണ്. പുലാവിന്റെ ഒരു
പിന്നെ ഒരു പിന്നെ പനീറിന്റെ ഒരു കറി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം മാച്ച് ചെയ്തിട്ട് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് ഈ നോർത്ത് ഇന്ത്യൻ സാധനങ്ങൾ മനസ്സിലായി. പക്ഷെ നാടനാണ് എൻ്റെ വീക്ക്നെസ്. പക്ഷെ നന്നായിട്ട് നാടൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഇഞ്ചിക്കറി ഗംഭീരം, മാങ്ങ അടിപൊളി, പൈനാപ്പിൾ പച്ചടി അത് തന്നെ എക്സാക്ട്ലി. ഒന്നും പറയാം. വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ബീട്രൂട്ട് തോരൻ, അവിയലാണെങ്കിലും നല്ലത് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ മനസ്സിലായി. തുറന്നിട്ടിട്ട് അതെ മനസ്സിലായി. ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ തുറക്കും. അതെ, നമ്മൾ വീട്ടിൽ അങ്ങനെയാണ്, വെള്ളം ഒഴിക്കില്ല. ഇതും ചെറിയ ചെറിയ വെള്ളം ഒഴിക്കും. ഇതുണ്ട് അവിയൽ നല്ല വെന്ത് കുഴഞ്ഞ്, എനിക്ക് ഇങ്ങനെ കുഴഞ്ഞ അവിയലാണ് ഇഷ്ടം. അത് അച്ഛൻ ഏത്തക്ക ഇടണം, നിർബന്ധമാണ്. എല്ലാം ഉണ്ട്. നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്ന എക്സാക്ട്ലി സെയിം ഹോംലി ഫുഡ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതാണ് ഉദ്ദേശിച്ചത്. മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒക്കെ തിരക്കാം. അതെ സത്യം. മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കാണും. അതെ, ഇതിനകത്ത് സമാധാനം കൊടുക്കണം. ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ച് ബഹുമാനിച്ച് കഴിക്കുന്നവരുണ്ട്. പരിപ്പും അടിപൊളിയായി ഞാൻ കഴിച്ചു കഴിഞ്ഞു. പുളിശ്ശേരി നല്ലത്, നല്ല കുറുകുറാന്നുള്ള പുളിശ്ശേരി. ഓരോ ദിവസം വെള്ളം പോലെയല്ല, ഓരോ ദിവസം മാറ്റി. ചിലപ്പോൾ ഏത്തക്ക ഇടും. ഏത്തക്ക പുളിശ്ശേരി ഒരു സാധനം എനിക്കൊന്ന് കൈരളിയിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ വെച്ചിട്ടൊരു സാധനം ചെയ്യും, ടൊമാറ്റോ പുളിശ്ശേരി. ഞാൻ ഒരു എല്ലാം പരീക്ഷിച്ചു. അല്ല, ഇതിപ്പോ നമ്മള് ഈ കണ്ണൂരിൽ നിന്ന് വന്ന കുറച്ച് നമ്മുടെ ഗസ്റ്റുകൾ അന്ന് ഈ ഇതായിരുന്നു പുളിശ്ശേരി ടൊമാറ്റോ. അപ്പൊ അവര് ചോദിച്ചു, അയ്യോ ടൊമാറ്റോ ഇട്ട് ചെയ്യും രസം. സൂപ്പർ. നല്ല കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. ഓരോ ദിവസം മാറ്റി മാറ്റി നമ്മൾ ഈ തമിഴ്നാട് രസം ചെയ്യും. മനസ്സിലായി. രസം തന്നെ നമുക്ക് പലത് ചെയ്യാലോ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സാമ്പാറിന് ഓപ്ഷൻസ് ഉണ്ട്, രസത്തിനുണ്ട്, പുളിശ്ശേരിക്കുണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട്. 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് ഇതുപോലെ വ്യത്യസ്തമായ രുചിയുള്ളത് മലയാളിക്ക് മാത്രമേ. സത്യം. എവിടെ നിന്ന് തീർക്കുന്നതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ ബുദ്ധിയുണ്ട്. പാല് പണ്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വാൽത്തൊണ്ട കിട്ടിയില്ലെങ്കിൽ അടിയാണ്. അതെ അതെ അതെ, വയറ് വന്നാൽ കുറെ വേസ്റ്റ് പോകും. വാൽത്തൊണ്ടോട് ഭയങ്കര രസം, ഇഷ്ടം. അയല ഫ്രൈ. എവിടുന്നാ ഫിഷൊക്കെ വരുന്നത്? ഫിഷ് നമുക്ക് കൊല്ലത്തുനിന്ന് വരും, അത് വിഴിഞ്ഞം വരും, പെരുമാതുറ വരും. പിന്നെ പെരുമാതുറ മാത്രമല്ല മരിയനാടെന്ന് പറയുന്നത് അത്യാവശ്യം. പിന്നെ ഈ ഫിഷ് ഭയങ്കര റിസ്ക്കാണ് ചേച്ചി. എന്നതാണ് നമുക്കിപ്പോൾ ഒരു 100 അയല എടുക്കുമ്പോഴേ അതിൽ ഒരെണ്ണം മോശമായി കഴിഞ്ഞാൽ 99 അയലേ നമ്മൾ സംശയിക്കും. സത്യം, വളരെ കറക്റ്റാണ്. പക്ഷെ നമ്മളൊരു മീറ്റ് ആകുമ്പോൾ റാൻഡം സാമ്പിളിങ്ങിൽ അതിൽ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മീൻ അങ്ങനെയല്ല. ഒന്നും പറയാമല്ലോ കിഷോറെ, അടിപൊളി ഫുഡ്. ഇത്രയും നല്ല സിറ്റിക്കകത്ത് ഇത്രയും നല്ല നാടൻ ഫുഡ് നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ വേറൊരു ഇടയില്ല. 100 രൂപയുള്ളൂ. അത് വേറൊരു ഹൈലൈറ്റാണ്. ഈ മീനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ മീനിൻ്റെ ഗ്രേവി കിട്ടും വിത്ത് പായസം. പിന്നെ പായസം ഇന്ന് കടലപ്പായസമാണ് കേട്ടോ. കടലപ്പായസം ചേച്ചിക്ക് ഇഷ്ടമുള്ള എല്ലാ പായസവും ഇഷ്ടമാണ്. കടല, ചെറുപരിപ്പ് ഭയങ്കര ഇഷ്ടം. ഓരോ ദിവസം മാറി മാറി അടിപൊളി പായസമാണ് കേട്ടോ. വരാത്തവർ വരിക അമ്മ വീട്ടിലേക്ക്. കിഷോറിനെ എപ്പോഴും കാണാൻ കിട്ടില്ല, എന്നാലും ആഴ്ച 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. മീൽസ് മിസ്. അതെ അതെ അതെ, മീൽസ് എന്തായാലും മിസ് ചെയ്ത് ഗംഭീരമാണ്. പിന്നെ വൈകുന്നേരം ചിക്കൻ്റെ ബീഫ്, പോത്ത്, അത് ഉച്ചയ്ക്കുണ്ട്. വൈകുന്നേരം പൊറോട്ട, ചപ്പാത്തി, ദോശ ഉണ്ടാവും. ഇടിയപ്പം, പുട്ട് ഒക്കെ നൈറ്റാണ്. കപ്പ അതെല്ലാം രാത്രി. പിന്നെ അതിന്റെ ഫിഷ് പൊള്ളിച്ചതുകൊണ്ട് ഫിഷ് ഗ്രില്ലും. ഈ ഉച്ച ഡിന്നർ ഇത്ര ഹെവി ആയതുകൊണ്ട് ഇത്രയും സാധനം നമുക്ക് ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്യണം ഭയങ്കര പ്രശ്നം. അതൊരു പിന്നെ ഈ ഉച്ചയൂണിന്റെ ഒരു പ്രശ്നമുണ്ട് ചേച്ചി. ഈ ഊണെന്ന് പറഞ്ഞൊരു സാധനം ഒരു 12 to 3 കിട്ടണം. അതെ അതെ. പക്ഷെ ഈവനിങ് ഫുഡിന് വരുന്നവര് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. ഇതിങ്ങനെ റെഡി ആയിട്ടിരിക്കണം. അതിങ്ങനെ നമസ്കാരം വരി, അതുകൊണ്ട് അകത്തിരിക്കും. 5 പേരല്ലേ, അതുകൊണ്ട് വിശാലമായിട്ട് അവിടെ ഇരിക്കാം. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അടുത്ത് കുറെ ഓഫീസേഴ്സ് ഉണ്ട്. 5 അല്ലേ? അവിടുത്തെ 5ന്റെ ടേബിൾ അല്ലെങ്കിൽ ഇവിടെ വരി, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. വരി. ഇനി ലക്ഷ്മി ചേച്ചിയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധവും പരിചയവും പറയാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു 10-12 വർഷം ആകുമ്പോഴും നമ്മൾ കൈരളി ചാനലുകളിലും ബാക്കി ചാനൽ പരിപാടികളിലും ഒക്കെ
നേരിട്ട് കാണുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന വലിയ സൗഹൃദമാണ്. പക്ഷെ ഈ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ വീട്ടിൽ ഒരുപാട് താമസിച്ചേ വരുള്ളൂ എന്നുള്ള ആളുകൾ അതെ അതെ അതെ, ഏറ്റവും അടുപ്പമുള്ളവരുടെ അടുത്താണ് അവസാനം എത്തുന്നത്. വന്നതിൽ വലിയ സന്തോഷം. ഓ വളരെ സന്തോഷം. ഞാൻ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ വിളിക്കുമ്പോൾ കിഷോർ, എനിക്ക് കിഷോർ ഉള്ള സമയം തന്നെ വരണം. ഞാനും കൂടെ ഉള്ള സമയത്ത് ചേച്ചി വന്നാൽ മതി പറയും. ഞാൻ ചേച്ചി വിളിക്കുമ്പോൾ ചേച്ചിയില്ല, ചേച്ചി എന്നെ വിളിക്കുമ്പോൾ ഞാനില്ല. ഞങ്ങൾ ഇപ്പൊ കറക്റ്റ് നമ്മൾ വലിയ ബിസി നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, നമ്മുടെ തിരക്കിന്റെ ഇടങ്ങളിൽ ഇങ്ങനെ കറങ്ങി സെയിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്കും പുള്ളിക്കാരനും ഫുഡിന്റെ ഒരു വലിയ ഫുഡിയും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളോ അതിനോടൊരു പാഷൻ, അതാണ് എനിക്കൊരു കണക്ഷൻ. നമുക്കത് അങ്ങനത്തെ ഡിസ്കഷൻസ് പറ്റും, അതിനെക്കുറിച്ച് പറയാം, അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമ്മൾ നമസ്കാരം. കഴിച്ചല്ല അക്കാഡമി പഠിച്ചാണ് പുള്ളിക്കാരുടെ അഡ്മിഷൻ. ഞാനാണ് അഡ്മിഷൻ ഒക്കെ സെറ്റ് ചെയ്ത് അന്ന് കൊടുത്തത്. സന്തോഷം. അങ്ങനെ ഇത്ര മനോഹരമായ ഭക്ഷണം തന്ന കിഷോറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അല്ലെങ്കിൽ വരാൻ പറ്റിയില്ല, വളരെ സന്തോഷം. ഞാൻ വളരെ വൈകിപ്പോയി എന്ന് എനിക്കറിയാം. കാര്യം ഇത്രയും നല്ല ഭക്ഷണം ഞാൻ എങ്ങനെ മിസ് ചെയ്തു എന്നാണ് അല്ലെങ്കിൽ. അപ്പോൾ വരാത്തവരെല്ലാം വരിക കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഗംഭീരമാണ് അമ്മ വീട് റെസ്റ്റോറൻറ്റ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് ലക്ഷ്മി ചേച്ചിയെ ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന്. എന്തായിരുന്നാലും വന്ന് വലിയ സന്തോഷം. ഇത്രയും കാലങ്ങളായിട്ടുള്ള വലിയ ബന്ധമാണ്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. തന്ന ഭക്ഷണം വയറ് നിറഞ്ഞു എന്നെനിക്കറിയാം. മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. വലിയ സന്തോഷം. മലയാളി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഞാനും ഇഷ്ടപ്പെടുന്ന ലക്ഷ്മി ചേച്ചി അമ്മ വീട്ടിൽ വന്നതിന് താങ്ക് യു. യെസ്, അങ്ങനെ ഞാൻ യാത്ര പറഞ്ഞു പോകുന്നു. ഓക്കെ കിഷോർ, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. താങ്ക് യു. ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. വരാത്തവർ വരിക, അടിപൊളിയാണ് കേട്ടോ അമ്മ വീട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അത് അപ്പോൾ വലിയ സന്തോഷം. ലക്ഷ്മി ചേച്ചി വന്നു അത്യാവശ്യം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, സന്തോഷമായി പിരിഞ്ഞു, യാത്ര അയച്ചു. അപ്പോൾ ഈ തീർച്ചയായിട്ടും കാണാം. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഉച്ചയ്ക്ക് ഇത്തിരി തിരക്ക് കൂടുതലാണ്, അതുകൊണ്ടാണ്. ശരി ബൈ, ഒന്നും വിചാരിക്കല്ലേ.